എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാമോ? തെങ്കാശിയിലാണ്. തെങ്കാശിയിൽ ഞാൻ ഇന്നലെ എത്തി. ഇന്ന് ഞങ്ങളുടെ സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് ആ റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ പിന്നെ പോകുന്നത് എവിടെയെന്ന് അറിയാമോ? ഇവിടെ നിന്നിപ്പം ഇത് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും മലകളുണ്ട്. ആ മല കാണുന്നുണ്ട്. ഈ മലയിൽ കുറച്ചപ്പോൾ 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെയാണ് കുറ്റാലം വാട്ടർഫാൾസ്. അപ്പോൾ എന്തായാലും രാവിലെ അങ്ങോട്ട് പോകണം. കുറ്റാലത്തിൻ്റെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ അവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് കൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ചിലപ്പോൾ കുളിക്കാനൊക്കെ തിരക്കായിരിക്കും. പല സൺഡേ കൂടെ തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള വേറെ 3 വാട്ടർഫാൾസ് 4 വാട്ടർഫാൾസ് ഉണ്ട്. അതിൽ 2 ക്ലോസ് എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ അവിടെ കുറച്ച് തിരക്ക് കുറവായിരിക്കും. പക്ഷേ 5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നേരെ വെച്ചു. ഇവിടുന്ന് ഈ മെയിൻ വാട്ടർഫാൾസ് പോകാൻ വേണ്ടി ഇവിടെ 2 കിലോമീറ്റർ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ തെങ്കാശിയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബസ് സർവീസ് ഒക്കെ ഉണ്ട്. തമ്പാനൂരിൽ നിന്നുണ്ട്, പിന്നെ കൊല്ലത്തു നിന്നുണ്ട്, പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഒരുപാട് ബസ് സർവീസുകൾ, കൊല്ലത്തു നിന്നൊക്കെ ഒരുപാട് ബസ് സർവീസുകളുണ്ട്. ഞാൻ ഇന്നലെ വന്ന വഴിക്ക് തന്നെ ഞാൻ ഒരുപാട് ബസ്സുകൾ കാണുകയും ചെയ്തു. അപ്പം ഞാൻ വന്നത് ബൈക്കിലാണ് വന്നിട്ട്. ഞാൻ ബൈക്കിൽ വന്നത് തെന്മല, അച്ചൻകോവിൽ, അതുവഴി കുളുത്തുപ്പുഴ, പിന്നെ ചെങ്കോട്ട വഴിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അതുപോലെ ഒരുപാട് ട്രെയിൻ സർവീസും ഉണ്ട്. കൊല്ലത്തു നിന്നൊക്കെ ഒരുപാട് ലോക്കൽ ട്രെയിനുകളും ഇങ്ങോട്ട് വരാതെ വരുന്നുണ്ട്. ഇപ്പം ഞാനിപ്പം കുറ്റാലത്ത് എത്തി കേട്ടോ. കുറ്റാലത്ത് ശങ്കർ വന്നു. ഏതാണ്ടോ രാവിലെ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വന്ന് കുറ്റാലത്ത് ഞങ്ങൾ തന്നെ ഇതൊരു ശിവന്റെ അമ്പലമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫേമസ് അമ്പലം ശിവന്റെ അമ്പലം. ഈ കുറ്റാലം ഞാനിപ്പോൾ നിൽക്കുന്നത് മെയിൻ വാട്ടർഫാൾസിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അതിന്റെ സൈഡിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അവിടെ താമസിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു 2 കിലോമീറ്ററല്ലേ ഉള്ളൂ. 2 കിലോമീറ്ററേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഉണ്ടോ? ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വാട്ടർഫാൾസിന്റെ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അവിടെ കുളിക്കുന്നില്ലല്ലേ? കുളിക്കാം. പക്ഷെ തിരക്കായിരിക്കും അല്ലേ? നോക്കാം. തിരക്കായിരിക്കും. ഇല്ലെങ്കിൽ സൺഡേ ആണ്ട് എന്തായാലും തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും വെള്ളമുണ്ട് കേട്ടോ. വെള്ളമുണ്ടല്ലേ? അത് ഇതിന് വേറെ പിന്നെ ഓൾഡ് വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി ഇവിടുന്ന് പോകുന്നതിന് 7 കിലോമീറ്റർ വരെ ഉണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ എന്തായാലും ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഈ അമ്പലത്തിലോട്ട് കയറുന്ന വേറൊരു വഴിയാണ് കേട്ടോ. അതാണ് അല്ലേ, ഈ വഴി അമ്പലത്തിനകത്ത് കയറാം. തിരക്ക് കമ്മിയായിരിക്കും. തിരക്കുണ്ടാവും. തിരക്കുണ്ട്. ഇപ്പൊ കുളിച്ചതിന് ശേഷം ഡ്രസ്സ് മാറുന്നതൊക്കെ റൂം എടുക്കാം. ഇല്ല. ലോഡ്ജിൽ പോവാം. ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് കുളിക്കാണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് റൂം എടുത്താലേ റൂമിനകത്ത് പോയി നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ലേഡീസിനോ ജെന്റ്സിനോ ഒന്നും ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഇല്ല ഇവിടെ. അതുകൊണ്ട് ഇപ്പം വെള്ളമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാം. ഏറ്റവും ടോപ്പിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് വെള്ളം നല്ല ഒറ്റയിലാണ്. പിന്നെ ഇവിടെ ഒന്ന് 2-3 തട്ടായിട്ടാണ് ഒന്ന് വീഴുന്നത്. അതിന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളീസാനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ മാത്രമേ അങ്ങോട്ട് അലൗഡ് ഉള്ളൂ കേട്ടോ. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി. കണ്ടു ഇവിടെയൊക്കെ ഒന്ന് വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം കേട്ടോ. ചേഞ്ച് ചെയ്യാം. പിന്നെ അപ്പുറ സൈഡാണ് കേട്ടോ. ആ സൈഡാണ് ആ സൈഡാണ് ജെന്റ്സിന്റെ, സോറി ലേഡീസിന്റെ കേട്ടോ. ഇവിടെ ഇത്രയും ജെന്റ്സിന്റെ ആണ് ഇവിടെ. രണ്ട് സൈഡായിട്ട് നിൽക്കുന്നത്. പിന്നെ പോലീസുകാരുണ്ട് ഇവിടെ. പിന്നെ വെള്ളം ഒരുപാട് കൂടിയാൽ ഇതാണ്ടോ. ഇവിടെ വെള്ളം ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമ്മളിവിടെ കുളിക്കുന്ന അവർ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയുണ്ട് ഇവിടെ പ്രശ്നം. പിന്നെ ഒരു ഇത്തിരി ഇതിപ്പം വലിയ പ്രശ്നമില്ലാത്തതാണ്. എന്തായാലും ഒരു അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എല്ലാരും എൻജോയ് ചെയ്യാനുണ്ട്. എൻജോയ് കുളിക്കാൻ. ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറി കേട്ടോ. ഇവിടെ ഒരുപാട് പോലീസുകാർ കിടന്ന സ്ഥലമൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ. സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്.
വെള്ളം നല്ല സ്പീഡിലാണ് വീഴുന്നത്. അതുകൊണ്ട് ആ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ കണ്ടോ, അവിടെ നല്ല സ്പീഡിലാണ് വെള്ളം വീഴുന്നത്. അവിടെ നല്ല ഫോഴ്സിലാണ് വീഴുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വീഡിയോ എടുത്തു കേട്ടോ. വീഡിയോ ഫോട്ടോ എടുത്തപ്പോഴോ പോലീസ് പറയുന്നത് അങ്ങനെ അങ്ങ് അടുത്തോടെ പോയി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിന്റെ വെള്ളം വീഴുന്നതിന്റെ ഫ്രണ്ടിലുള്ള റിവ്യൂ ആണ്. കണ്ടോ ഇവിടെ കണ്ടോ, ഇവിടെ ഈ കാണുമ്പോന്നുണ്ട് ഈ സൈഡിൽ കണ്ട, ആ സൈഡിൽ കണ്ട ഒരുപാട് കുടിക്കാനൊക്കെ ഉള്ളതായിരിക്കുമല്ലോ അത് മുമ്പൊക്കെ ഉള്ളത്. ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ ഇരിക്കാനൊക്കെ ആയിട്ട് അല്ലേ? അങ്ങനെ എന്ത് സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ അങ്ങനെ കെട്ടിയിട്ടുണ്ട് അവിടെ. പക്ഷെ അങ്ങോട്ട് ഇപ്പൊ അലൗഡൊന്നുമല്ല. അല്ല അവിടെ എത്തിയപ്പോഴാണ് പോലീസുകാർ പറയുന്നത് അല്ലെ, അവിടെ എത്തിയപ്പോഴാണ് പോലീസുകാർ പറഞ്ഞത് എടുക്കാൻ പാടില്ല എന്ന്. കാരണം ഞങ്ങൾ ജെൻസിന്റെ അവിടെ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ വേണ്ട ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ കുടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകൾ വേണ്ട വേണ്ട. റംബൂട്ടാനൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. റംബൂട്ടാന പിന്നെ തന്നെ ഇവിടെ കുറച്ച് തന്നെ ഈ ഇതെന്താണുണ്ടോ, ഇതെന്താണ് ഇത്? മുളവട്ടാൻ കിഴങ്ങ് സൂപ്പ് ഇട്ട്. ആ ഇത് ഞങ്ങൾ അങ്ങോട്ടൊന്നുമില്ല. മുട്ടുവേദന കൈകാല്. ഇത് അതിനൊക്കെ ഉള്ളതാട്ടോ മുട്ട്. മുളവട്ടാൻ ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കാണാറുണ്ട്. പിന്നെ തന്നെ ഇവിടെ കുറേ ഡയറ്റ്സും പിന്നെ തന്നെ ജീരകം അങ്ങനെയൊക്കെ ഉള്ളതാണ്. പല പല വെറൈറ്റിയിലെ മുട്ടായികളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് കടകളുണ്ട് ഇവിടെ. അങ്ങനെ തന്നെ പാത്രങ്ങളും മറ്റും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇത് ഫാൻസി ഐറ്റം രണ്ട് സൈഡിലുണ്ട്. ഇത് ഏതെടുത്താലും പത്തിരി തന്നെ ഉണ്ടായിരുന്നു. ഇതെടുത്ത് സോയ സോയ അതൊരു കാടമുട്ട കിട്ടുന്നുണ്ട്. നല്ലൊരു പൊട്ടറ്റോ ചിപ്സുകളുണ്ട്. പല വെറൈറ്റി നല്ല ഡിസൈനിലൊക്കെ. ഇത് കണ്ടോ നുങ്ക് വെള്ളമാണ്. നുങ്കിന്റെ ഒരു പന ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. പനയുടെ ഓലയൊക്കെ വെച്ചിട്ട്. അതായത് കണ്ടോ. നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കാന്ന് വെച്ചേട്ടാ. ഇത് വൃത്തിയില്ല, കുഴപ്പമില്ല. നാച്ചുറൽ. നുങ്ക് വെട്ടി അറുപത്. ചെറുത് മതിയോ ചിന്ന? ഇതിനിപ്പം ഈ ഒന്നിന് 60 രൂപ എന്ന് പറയുന്ന കേട്ടോ. അതെന്നാ അക്കാനി. ഞാനത് കുടിച്ചോട്ടെ, കൊള്ളാം. ഞാൻ ആദ്യം കുടിക്കുന്ന കേട്ടോ. ചെറിയ മധുരമായിരിക്കും. മധുരം എടുക്കണം. അങ്ങനെ വാങ്ങില്ലേ? ഇത് വേറെ ഒന്നും കഴിച്ചു തരാം. ഇത് ശാല പുള്ളി കഴിക്കണം. വേറെ ഇതുണ്ടോ? ഇതുപോലത്തെ വേറെ ഒന്ന് കിട്ടുമോ? കൊള്ളാം കേട്ടോ. ഇത് നല്ലൊരു മധുരവും ഒക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റ്. നമുക്ക് കട്ട് ചെയ്യാൻ തിട്ടാക്കിക്കൊണ്ട് നല്ല രസമുണ്ട്. നുങ്ക് വേണ്ടെന്ന് വെച്ചാൽ നുങ്ക് കഴിക്കാനായിട്ട് കൊള്ളാം.
ഇതിനോട് 5 വാട്ടർഫാൾസ് ഉണ്ട്. 1, 2, 3, 4, 5 തട്ടായിട്ട് വരുന്നുണ്ട് മേളിൽ നിന്ന് 5 വാട്ടർഫാൾസ്. നിങ്ങൾ അവിടെ നിന്ന് മെയിൻ വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഒന്ന് കാണുന്നുണ്ടായിരിക്കും. ഇവിടെ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാത്തത്. ഇതൊന്നും മാത്രം എടുക്കാത്തത്. ഞങ്ങൾ ആ കുറ്റാലം ഫാൾസ് എല്ലാം കണ്ടിട്ട് വന്നിട്ട് കുറച്ച് മുമ്പോട്ട് എത്തിയപ്പം കണ്ടതാണ് നമുക്ക് നെൽകൃഷിയുണ്ട്. കാരണം നേരത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളിപ്പോൾ അവിടെ ഒന്നും ഇല്ല. ഇങ്ങോട്ട് നോക്കി നല്ല നല്ല വിളഞ്ഞ് കിടക്കുന്ന നെൽകൃഷി നോക്കി. ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ സംഭവം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച നല്ലൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റിയതുകൊണ്ട്. അങ്ങ് അറ്റം വരെ കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മെയിൻ വാട്ടർഫാൾസും കണ്ടു. ഇവിടുത്തെ 5 വാട്ടർഫാൾസ് ഉണ്ട്. 5 സ്റ്റെപ്പായിട്ടാണ് ഈ വെള്ളം വന്ന് വീഴുന്നത്. അപ്പോൾ എന്തായാലും നല്ല കാഴ്ചയാണ്. പിന്നെ ഇവിടെ വീഡിയോ ഒരിടത്തും അലൗഡല്ല, എന്നാലും നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകാനാണ് എടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കുറ്റാലത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.